വാവ്, മക്കളെ ഒന്നും നോക്കില്ല. ഇതിന്ന് രാവിലെ ചായക്കടിക്ക് പൊണ്ണുണ്ടാക്കിയ പുട്ടാട്ടോ. പുട്ടാറ് നമ്മളെ സാധാ വൈറ്റ് റൈസല്ല, വൈറ്റ് അരിയല്ല, മറ്റേ എന്താ പറയുക, ഒരു വെറൈറ്റി സാധനമുണ്ട്. പൊൻകതിറാണോ സംശയമുണ്ട്. നമ്മളെ ഉണങ്ങല്ലരിൻ്റെ ഒരു പുട്ടാണ്. അപ്പോൾ ഉച്ചക്കിന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ പുട്ട് ഉച്ചക്കിട്ടോ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. നല്ല അയിലക്കറി ഉണ്ട്, തേങ്ങ കരച്ച് തക്കാളിയൊക്കെ ഇട്ട് വെച്ച നല്ല അയിലക്കറി. ഓ ജടാ, ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്തോ എനിക്കങ്ങോട്ട് വിടാൻ തോന്നില്ല. ഉച്ചക്കത്തെ ചോറും ഒഴിവാക്കി ഉച്ചയ്ക്ക് ഞാൻ പുട്ട് കഴിച്ചു. വീണ്ടും 3 മണിക്ക് ശേഷം ഞാൻ ഈ പുട്ട് കഴിക്കുന്നു. ഗെയ്സ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അടിപൊളി സാധനം മീൻകറി. വാവ്. ഹലോ ചെങ്കളെ മുത്തുമണികളെ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയുണ്ട് കേട്ടോ, നല്ല മഴ. നമ്മളെ വണ്ടി അത്യാവശ്യം ലോഡൊക്കെ ഉണ്ട് കേട്ടോ. സബോള, ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ ലോഡാക്കി വണ്ടിയിലുണ്ട്. പക്ഷെ നല്ല മഴയാണ് ഗെയ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുട്ട്, ഈ പുട്ടുണ്ടല്ലോ, ഈ പുട്ട് പെണ്ണും ഭാവിയും വറക്കാൻ നിൽക്കുന്നത്. ഞാൻ കറി വാർന്നിട്ടാണ് അവർ കണ്ടത് ഗെയ്സ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനത് കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അത് വറക്കാൻ പറ്റില്ല. നല്ല രസമായിരിക്കും, അടിപൊളി സാധനം. അതിങ്ങനെ വറുത്ത് കഴിച്ചെൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. പക്ഷെ ഞാനെന്ത് ചെയ്തു, കറിയൊക്കെ ഒഴിച്ചിട്ടാണ് അവർ പറയണത് അത് വറുക്കണമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ളതാണ്. അതിങ്ങനെ കഴിക്കാൻ വേണ്ടി നിൽക്കട്ടെ. ഞാൻ മഴയത്ത് എനിക്കെന്തോ വളരെ ഇഷ്ടപ്പെട്ടു പോയി. എന്താണ്, ഒരുപാടൊന്നുമില്ല, ഒരു 1.5 കഷ്ണം പുട്ടുണ്ടാവും. പക്ഷെ അത് ആ മീൻ കറി, തേങ്ങ അരച്ച അയില. വാവ്, ചുട്ടി പറയാറുന്ന മാതിരി അടിപൊളി. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. ഒന്നൂരും വറുക്കാൻ വെച്ചതായിരുന്നു, ഞാറുണ്ടായില്ല. പക്ഷെ ഞാൻ കറി വാർന്നിട്ടാണ് അവരറിഞ്ഞത്. പാവം, ഒന്നും പറയാം, അടിപൊളി.